ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്നതിൽ നാളെ തീരുമാനമെടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാരിന്റെ ഒരു ആഘോഷവും മുടങ്ങുന്നില്ലല്ലോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള കേന്ദ്രവിഹിതം നൽകാത്തത് എന്തുകൊണ്ടെന്നതിൽ കോടതി കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം. പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് പേരുടെ മുഖമായി മാറിയ മറിയക്കുട്ടി വീണ്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു. ഇത്തവണ കോടതി വഴിയാണ് സർക്കാരിന് കൊട്ടുവാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഒരു പ്രതിസന്ധിയും ഇവിടെ പറയേണ്ട, മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തേ മതിയാകൂന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാർ അഭിഭാഷകയോട് പറഞ്ഞു. നിങ്ങൾ സമ്മതിച്ചാൽ അഭിഭാഷകർക്കിടയിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് പിരിവെടുത്ത് മറിയക്കുട്ടിക്ക് നൽകാമെന്ന് പോലും കോടതിക്ക് പറയേണ്ടി വന്നു. ഒരു വരുമാനവുമില്ലാത്ത 78 വയസ്സ് കഴിഞ്ഞ ഒരു വയോധിക എങ്ങനെ ജീവിക്കുമെന്നതായിരുന്നു കോടതി ഉയർത്തിയ ചോദ്യം. നിസ്സാരമായ 1600 രൂപ കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലും കൊടുക്കാതിരുന്നാൽ അവർ എന്തു ചെയ്യും? മറിയക്കുട്ടി കോടതിക്ക് VIP ആണ്. അവരുടെ ജീവിത പ്രശ്നം ഇവിടെ വലുതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങിയതിന് 2 കാരണങ്ങളാണ് സർക്കാരിന് പറയാനുണ്ടായിരുന്നത്. 1, സാമ്പത്തിക പ്രതിസന്ധി. 2, കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം നൽകാത്തത്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇതും ഹൈക്കോടതി ഗൗരവത്തോടെ എടുത്തു. എന്തുകൊണ്ട് കേന്ദ്രവിഹിതം മുടങ്ങിയെന്നത് നാളെ തന്നെ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ വിശദീകരിക്കണം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാൻ പണമില്ലെങ്കിൽ അടുത്ത 3 മാസം അവരുടെ മരുന്നിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും കോടതിയിൽ നിന്ന് വന്നു. മറിയക്കുട്ടിയുടെ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ വിശദീകരണം ലഭിച്ച ശേഷം നാളെ തന്നെ കോടതി തീരുമാനവുമെടുക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം മറിയക്കുട്ടി അമ്മയും ചേരുന്നുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് BN ഹസ്കർ തത്സമയം ചെയ്യുന്ന ഇടനിരീക്ഷകനാണ്. MK ഹരിദാസ് ദി പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രതിനിധി കൂടി ചേരും. ആദ്യം മറിയക്കുട്ടി അമ്മയിലേക്ക് തന്നെ പോകാം. മറിയക്കുട്ടി അമ്മ, നമസ്കാരം. നമ്മൾ ഇതുപോലെ നേരത്തെയും വന്നൊരിക്കൽ ചർച്ചയിൽ ഈ സമയത്ത് തന്നെ നമ്മൾ രണ്ടുപേരും നമ്മളിങ്ങനെ ചോദിച്ചിരുന്നു. അന്ന് അമ്മയുടെ ആവലാതി ഇതുപോലെയൊക്കെ ആയിരുന്നു. പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നീട് അമ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പാർട്ടിയുടെ പത്രത്തിലൊക്കെ അടിച്ചു വന്നു. ഇന്നിപ്പോൾ ഹർജിയിലേക്കൊക്കെ എത്തിയപ്പോൾ കോടതി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അമ്മയുടെ ആവശ്യപ്പെട്ട കാര്യം അത് നടപ്പാക്കണമെന്നാണ് കോടതി പറയുന്നത്. പെൻഷൻ ഉടൻ നൽകണം. സന്തോഷമായോ? സന്തോഷമുണ്ട്. പക്ഷെ കൈ കിട്ടണം പൈസ. കൈ കിട്ടണം. കയ്യിൽ അവരെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എനിക്ക് കോടതിയെ വിശ്വാസമുള്ളൂ. പിണറായിനെയും കൂട്ടരെയും യാതൊരു വിശ്വാസവും ഇല്ല. എന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ഈ സർക്കാരിന് എന്താ വിശ്വാസമില്ല? അത് കാരണം സർക്കാരിൽ 1 മാസത്തെ അവസാനത്തെ കുടിശ്ശികയൊക്കെ തന്നില്ലായിരുന്നു. തൊഴിലുറപ്പുകാരുടെ പണിക്കൂലി വരെ ഒരു ബക്കറ്റ് കൊണ്ട് നടന്ന് പിരിച്ചു മേടിച്ച് അവരെ കുരിശേ കയറ്റി. തൊഴിലുറപ്പ് ഇവിടെ കേരളത്തിൻ്റെ അല്ലല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമല്ലോ. അതുവരെ അവരെ തീറ്റൂല്ലോ. ഇവർ ഈ ബക്കറ്റ് പിരിവ് നടത്തി ഇപ്പം ഈ വിനോദയാത്ര തുടങ്ങിയിട്ടും 1 മാസമായില്ല. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണത്. ജനങ്ങളുടെ കാശല്ലേ അത്? ഈ പിണറായിയുടെ അല്ല, ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജനങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഈ നികുതി പണം ഇവിടെ പിരിക്കുന്നതും ഏതെല്ലാം തരത്തിൽ പിരിക്കേണ്ടത്. ഒരു സൈക്കിള് ചെരിഞ്ഞാൽ മതി, അതിനും കൂടെ പിഴ ഇടിച്ച് മേടിക്കണ ഗവൺമെൻറ്റിന് തന്നെ ഇല്ലാത്ത തന്നെ ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ പിരിക്കണ പെരക്കരം എന്ന് വേണ്ട വെള്ളത്തിൻ്റെ കരം ഞങ്ങളെ പിഴിഞ്ഞെടുക്കണ കാശ് ജനങ്ങളെ പിരിഞ്ഞെടുക്കണ. ഒരു കടക്കാരുടെ പിരിവ് എടുത്തിട്ട് അവരുടെ കട തല്ലി പൊളിക്കുക. അവർക്ക് 10,000 കഴിഞ്ഞ പിരിവ് വേണ്ട. പിന്നെ ഈ ഗവൺമെൻറ് കാശില്ലാവൻ എങ്ങനെയാ? എന്തോരം കട തല്ലി പൊളിച്ചു. ഇവിടെ ഈ അടിമാലി തന്നെ എത്ര കടകൾ പൊളിച്ചിട്ടുണ്ട്. കമ്പനി ഈസ്റ്റേൺ കമ്പനി പൊളിച്ചിട്ടുണ്ട്. എന്തോരം ജനം ജീവിച്ചോണ്ടിരുന്ന ഗവൺമെന്റ് തന്നില്ലേലും ഇവിടെ ജീവിക്കാൻ വിഷമില്ല. വിദേശത്തുള്ള മക്കളൊക്കെ പൈസ അയച്ചു തരുന്നില്ലേ? ഉള്ള വസ്തുക്കളൊക്കെ അത് ഉണ്ടായില്ല മക്കളെ. എനിക്ക് പറഞ്ഞുള്ള ലോട്ടറി വിൽക്കുക. പിണറായിയുടെ ഗുണ്ടകളാ ഉണ്ടായേ. അത് എൻ്റെ മക്കളാണ്. അത് അവർ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവർ കാണിച്ചു തന്നില്ലല്ലോ. വിദേശത്ത് അവർ കാണിച്ചു തരണം.
വിദേശത്ത് അവർക്കറിയാവുന്ന എൻ്റെ മക്കളെ എവിടെയൊക്കെയാന്ന് അവർക്കറിയാം. അതറിയാം നമ്മൾ തന്നെ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ് അമ്മ. അതൊക്കെ ഇരിക്കട്ടെ, എത്ര മാസത്തെ ഇനി കുടിശ്ശിക കിട്ടാനുണ്ട്? എനിക്ക് 5 മാസം കിട്ടാനുണ്ട്. എനിക്കല്ല, എല്ലാ ജനങ്ങൾക്ക് 5 മാസത്തെ കാശ് കിട്ടണം. ഈ അവിടേക്കുള്ള ആളുടെ ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? കാരണം പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവുമല്ലോ, MLA ഉള്ള ഒരു നാടല്ലേ, അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ആവലാതി പറഞ്ഞോ അതോ പറയുമ്പോഴൊക്കെ അവരെന്താ പറയുന്നത്, മറുപടി എന്താ പറയുന്നത്? അവര് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയണേ. കേന്ദ്രത്തിൽ നിന്ന് എന്താണ് കിട്ടണേ? അപ്പൊ ഈ വിനോദയാത്ര നടത്തിയത് കേന്ദ്രത്തിന്റെ കാശാണോ? കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ട്. അത് ഇവര് വിനോദയാത്ര നടത്തുമല്ല, കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് ജനങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഈ വിനോദയാത്ര നടത്തിയത് ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടിയാണോ? അതെയോ? ഒരു പട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. ഈ വിനോദയാത്ര നടത്തിയ എന്തിനു വേണ്ടിയാന്ന് അതും പറയണ്ടേ? ജനങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടി? ചെന്നിട്ട് ബക്കറ്റ് ചായ കൊടുത്തത് എനിക്കറിയാവുള്ളൂ, വേറെ ഒന്നും പേരുടെ വിഷമങ്ങൾ കണ്ണീരൊപ്പാൻ വേണ്ടിയൊക്കെയുള്ള പരാതി പരിഹരിക്കാനും അല്ലാതെയൊക്കെയാണ് ഈ കാസർഗോഡ് നിന്നും നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന മന്ത്രിസഭ പോകുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ മുഖ്യമന്ത്രിയും ഒക്കെ കഴിഞ്ഞ 1 മാസമായി ആളുകളെ നേരിൽ കാണുകയാണ്. അപ്പൊ പ്രയോജനമൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ആ മുഖ്യമന്ത്രിനെ അല്ല കാര്യം ചാടിയാൽ മതി. ആ മുഖ്യമന്ത്രിനെ കാരണം നേരത്തെ അത് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണം നല്ലത്. ആ മുഖ്യമന്ത്രിയുടെ കാര്യം ഇതുപോലെ ഒരു മുഖ്യമന്ത്രിനെ കേരളത്തിൽ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല. ഒരു രാജ്യത്തും ഇതുപോലെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഞാൻ എൻ്റെ ഈ പ്രായത്തിനടയ്ക്ക് ഇതുപോലെ വൃത്തികെട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയല്ലേ? അയ്യോ, ഞങ്ങള് ജനം തകർന്നു, തന്നെത്താനെ തീ വെച്ചാകാൻ മനസ്സുണ്ട്. അതുപോലെ ജനങ്ങൾ തൊലഞ്ഞു. ജനങ്ങൾക്ക് കഞ്ഞിക്കുമില്ല, ഉടുതുണിയില്ല. ഇതുപോലെ ഒരു ഭരണം. അത് ഇപ്പൊ പകരം ഒരു മുഖ്യമന്ത്രി ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ കേട്ടിയ പകരം പിണറായിക്ക് പകരം ഇപ്പൊ ഒരാളെ നിർത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു പരസ്യം കേട്ടത്. ശരിയാവുന്ന അറിയില്ല. എന്നാ ഇ പി രാജൻ ആ വിമാനത്തെ ഡാൻസ് കളിച്ചവൻ. ഡാൻസ് കളി കൂടുതലാ വിമാനത്തേൽ. ഇനി കോഴി വളക്കുമെന്ന് അയാൾ പറഞ്ഞത്. അയാൾ കയറിയാലെന്ന് പറഞ്ഞ ആ ട്രെയിനിലും കയറിയല്ല, ആ വിമാനത്തേലും പി രാജൻ കയറിയല്ല. ഇനി എത്ര നാൾ കാത്തിരിക്കാൻ നിവൃത്തിയുണ്ട്? ഇപ്പോൾ എങ്ങനെയാണ് അമ്മ കഴിഞ്ഞു പോകുന്നത്? അമ്മയെ പോലെ ഒരുപാട് പേര് കാരണം എല്ലാവർക്കും നമുക്ക് ഈ തുച്ഛമായിട്ടുള്ള തുകയെന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോഴും അത് വെച്ച് ചികിത്സയ്ക്ക് രോഗത്തിന് മരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേര്, കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പോൾ അമ്മ കാട്ടിക്കൊടുത്തത് വലിയൊരു സന്ദേശമാണ്. കോടതിക്ക് മുന്നിലേക്ക് പോകുന്നു, കോടതിയിൽ നിന്നൊരു ഇടപെടൽ അതുപോലും നമുക്ക് ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. കിട്ടുന്ന ഒരു ക്ഷേമ പെൻഷന് വേണ്ടി കോടതിയുടെ ഇടപെടലൊക്കെ വരുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ദയനീയമാണല്ലേ അമ്മേ? സാറേ, ഞാൻ പറയുകയാണെങ്കിലുണ്ടല്ലോ, കാല് മുടന്തന്മാരുണ്ട്, കണ്ണൂരിടന്മാരുണ്ട്, പ്രമേഹം വന്ന് കിടക്കുന്നവരുണ്ട്, എന്തെല്ലാം രോഗികൾ കിടക്കണ്ടെന്ന് അറിയാം. അവരോട് അക്ഷയ പോകാൻ പറയണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവർക്ക് തട്ടിയെടുക്കാനാ. കാരണം അക്ഷയ പോയില്ല എന്നും പറഞ്ഞ് ഇവരുടെ കള്ളത്തരം എന്തോരം ഗവൺമെൻറ് ഭരിച്ചിട്ടുണ്ട്. 45 കൊല്ലമായി ഞാൻ പെൻഷൻ മേടിക്കാൻ തുടങ്ങിയിട്ട്. ഇവർ ഈ ഇടക്കാലം കൊണ്ട് ഈ അക്ഷയ വെച്ചേക്കണം എന്തിനാ? ഇത് തള്ളിക്കളയാൻ വേണ്ടി. എങ്ങനെയാണ് കിടക്കപ്പായ കിടക്കണം? എങ്ങനെ കൊണ്ടുപോകും? ഇനിയിപ്പോൾ കാറ് വിളിച്ചു കൊണ്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് എന്നാ കിട്ടും? ഈ കിടക്കപ്പായ കിടക്കുന്നവർക്ക് എന്ത് കിട്ടും? അതും തന്നെയല്ല, വഴിയരികിലല്ലാത്തവരെ എടുത്തോണ്ട് വരണ്ടേ? അതിന് വേറെ ആൾക്കാരുണ്ടോ? ഒറ്റക്കാരുണ്ട്, അവരെ എടുത്തോണ്ട് വരാൻ എല്ലാവരും ഉണ്ടോ? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അക്ഷയ പോകേണ്ട ആവശ്യം എന്നാ? ഇതിന് പിന്നെ ഈ പിണറായി വന്നാൽ പിന്നെ ഇങ്ങനെയൊരു സംഭവം ഇല്ലായിരുന്നല്ലോ സാറേ. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേരുടെ തള്ളിക്കളഞ്ഞെന്നാ പറഞ്ഞത്. ഒത്തിരി പേരുടെ അത് അവർക്ക് തട്ടിയെടുക്കാനുള്ള അടവ് കൗശലല്ലേ? അത് അവരുടെ കൗശലം തീർന്നൊന്നുമല്ല. പഴയ ചട്ടി കൈ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും. എന്റെ കള്ളത്തരം കയ്യിലുണ്ടോ? എന്തോ പഴയ ചട്ടി കയ്യിലുണ്ടോ? പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇനിയും വേണ്ടി വന്നാലേ തിരിഞ്ഞ് ആ ചട്ടി പൊട്ടിക്കാൻ പ്ലാനില്ല, ഒന്നോടെ ഇറങ്ങാൻ പ്ലാനുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ശരി അമ്മ മടങ്ങിയെത്താം. ഇപ്പോൾ
അമ്മ മടങ്ങിയെത്താം. അമ്മ കുറച്ചുകൂടി സമയം തുടരുക. ശ്രീ എം കെ ഹരിദാസ്, ഒരു ഗതികേടിന്റെ സ്വരം നമ്മൾ കേട്ടിട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അത് കേട്ടത്. അന്ന് ആ അമ്മയ്ക്ക് ഒരു യാതനാ സമരവുമായി ഇറങ്ങേണ്ടി വന്നു. കൂടെ മറ്റൊരു അമ്മ കൂടി ഉണ്ടായിരുന്നു. അത് കേരളം കണ്ടു. അതോടുകൂടി തീരുമെന്നാണ് കരുതിയത്. ഇന്ന് നോക്കൂ, അവസ്ഥ നോക്കൂ, എത്ര മാസത്തെയാണ് കുടിശ്ശിക. അതിൽ കേരളം കേന്ദ്രത്തെ പഴി പറയുന്നു, കേന്ദ്രം ഇങ്ങോട്ടടിക്കുന്നു ഗോള്. അങ്ങനെയൊക്കെ മതിയോ? ഒരു ക്ഷേമ പെൻഷൻ അർഹമായ ഒരു തുച്ഛമായ ഒരു കാര്യം പോലും നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആഘോഷങ്ങൾക്കൊരു കുറവുമില്ലല്ലോ, അതൊന്നും മാറ്റി വയ്ക്കുന്നില്ലല്ലോ എന്ന്. പ്രധാനപ്പെട്ടതല്ലേ ശ്രീ എം കെ ഹരിദാസ് ഈ ചോദ്യം? അതിനൊക്കെ മുമ്പ് ഞാൻ താങ്കൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാം. അതിനു മുമ്പ് എനിക്ക് ഈ അമ്മാമ്മയോട് എൻ്റെ അമ്മ മരിക്കുമ്പോൾ 93 വയസ്സാണ്. ഇപ്പോൾ ഇവർക്ക് 78 വയസ്സാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് സമ്മതമാണെങ്കിൽ ഇവർക്ക് കുടിശ്ശികയുള്ള, ഇവർക്ക് സർക്കാർ കൊടുക്കാനുള്ള കുടിശ്ശിക നാളെ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കാം. അവർക്ക് സമ്മതമാണോ എന്ന് ദയവ് ചെയ്ത് ചോദിക്കുക. കാരണം അതൊരു അവാർഡാണ്. കാരണം ഞാൻ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ഈ സർക്കാരിനെയും ഈ സർക്കാരിനെ നയിക്കുന്ന വ്യക്തികളെയും കുറിച്ചിട്ട് ഈ അമ്മാമ വളരെ നിഷ്കളങ്കമായി പറയുന്ന വാക്കുകൾ എന്നെ അങ്ങേയറ്റം, അത് നമ്മൾ പറയില്ലേ ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ സംഘർഷഭരിതമാണ്. പക്ഷെ എനിക്ക് ചിരി വന്നിട്ട് അടക്കാൻ പറ്റുന്നില്ല. ഒരു വയോവൃദ്ധയായ ഒരു സ്ത്രീക്ക് ഒരു സർക്കാരിനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെ പറയേണ്ട വിധത്തിലേക്ക് ഒരു ഭരണം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമുക്ക് പറയില്ലേ, കേരളത്തിന് അപമാനകരമായ ഒരു സിറ്റുവേഷനിൽ ഇത്ര ശക്തമായ നിഷ്കളങ്കമായ വാക്കുകൾ കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി ഈ അമ്മാമ പ്രതികരിച്ചുവെങ്കിൽ അത് അവരുടെ പെൻഷൻ കുടിശ്ശികയ്ക്കല്ല, അവർക്ക് കിട്ടാനുള്ള പെൻഷൻ കുടിശ്ശിക ഇന്ന് ഈ കോടതി പറഞ്ഞിട്ടുള്ള തുക ഞാൻ നാളെ അവർക്ക് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വഴി ഞാൻ അവർക്ക് എത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ അതവർ ഞാനത് ചോദിക്കും. ശ്രീ എം കെ ഹരിദാസ്, അതുപോലെ സുമനസ്സുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. ഒരു നിമിഷം മതി ഈ വക്കീലന്മാരുടെ സംഘടന വഴിയൊക്കെ കൊടുക്കാനുള്ള സമയത്ത്. പക്ഷേ നമ്മൾ അതിന് അങ്ങനെ വളം വെച്ച് കൊടുക്കാവുന്നതാണോ? ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവർ എടുത്തല്ല ഈ അവകാശമായ ഒരു സുരക്ഷാ പെൻഷൻ അത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളം വെച്ച് കൊടുക്കരുത് ശ്രീ ഹരിദാസ്. അതുകൂടിയുണ്ട്. അത് വേറെ പ്രശ്നം. ഞാൻ അവരെ ഈ നിയമ പോരാട്ടം നടത്തിയതിനോ അവർ ചട്ടിയെടുത്ത് തെണ്ടിയതിനോ അല്ല. അവരിപ്പോ ഈ ചാനൽ ചർച്ചയിലെ ശ്രീ പ്രതീഷിനോട് പ്രതികരിച്ച ഈ സർക്കാരിനെ കുറിച്ചുള്ള ഒരു വയോവൃദ്ധയായ സ്ത്രീക്ക് ഇത്രയും ഈ സർക്കാരിനെ കുറിച്ചുള്ള ഒരു ദീർഘമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിന് അവരൊരു അവാർഡിന് അർഹയാണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു അവാർഡ് തുകയ്ക്ക് ഒരു പരിമിതി വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ അവർക്ക് വീഴ്ച വരുത്തിയിട്ടുള്ള തുക ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അത് അവർക്ക് വാങ്ങാൻ സ്വീകാര്യമല്ലെങ്കിൽ പോലും ഞാൻ അത് തയ്യാറാണ് എന്ന് പറയുകയാണ്. ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നു. തീർച്ചയായും അത് അമ്മയോട് തന്നെ ചോദിക്കാം. ശ്രീ ഹരിദാസ്, നമുക്കിനി കാതലായ ആ വിഷയത്തിലേക്ക് വരാം. കടക്കാം. ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഭരണാധികാരികൾക്ക് പുതിയൊരു സമരചരിത്രം സൃഷ്ടിച്ച ഒരു വയോവൃദ്ധയായ ഈ സ്ത്രീ ലോക ചരിത്രത്തിൽ തന്നെ ലോകത്തിലെ സകല സ്ത്രീകൾക്കും ഒരു മാതൃകയായ സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തിയാണ്. അത് ഈ സർക്കാരിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഒരു ശബരിമല പ്രശ്നത്തില് ഇവിടെ നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണത്തിന്റെ നവോത്ഥാനം അതിൽ സൃഷ്ടിച്ച ഇവർക്ക് ഒരു പാവപ്പെട്ട വൃദ്ധയ്ക്ക് തനിക്ക് അവകാശപ്പെട്ട ഒരു പണത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ നിയമ പോരാട്ടവും ഇത്രയേറെ നമ്മൾ പറയില്ലേ സമരത്തിന്റെ പുതിയ മാർഗങ്ങൾ സൃഷ്ടിക്കേണ്ടി വന്നുവെങ്കിൽ അവരെ സത്യത്തിൽ പറഞ്ഞാൽ ഈ സർക്കാർ വേണ്ടത് എന്താണെന്നറിയോ പ്രതീക്ഷ? അവരുടെ ആജീവനാന്ത കാലം മുഴുവൻ അവരുടെ പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണവും ഭക്ഷണ ചെലവും ഈ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് രണ്ട് കാരണങ്ങളാണ് പറയാനുള്ളത്. അതുകൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്ലീസ്. ഒന്ന്, ഇവർക്ക് ഇല്ലാത്ത സ്വത്തുണ്ട് എന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയിട്ട് ഈ പാവപ്പെട്ട വൃദ്ധയെ അപമാനിക്കാൻ ശ്രമിച്ചതിനും അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അതേ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മാപ്പ് പറയേണ്ടി വന്ന ഗതികേടിനും ഈ പാവത്തിന്റെ മക്കള് അങ്ങ് വിദേശത്താണ്, അവിടുന്ന് അയക്കുന്ന പണം കൊണ്ട് ആർഭാടമായി ജീവിക്കാവുന്ന ഈ സ്ത്രീ കാണിച്ച ഈ സമരം ആർഭാടത്തിന്റെ അല്ല, നമ്മൾ പറയില്ലേ ഗവൺമെന്റിനെ കരിവാരിത്തേക്കാനാണ് എന്നും പറഞ്ഞിട്ടുള്ള ഇവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പ്രായശ്ചിത്തം അതാണ്. ഇവരെ നിങ്ങൾ ദത്തെടുക്കുന്നു, ഈ സർക്കാർ ദത്തെടുക്കുന്നു. 1000 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് 1600 രൂപയാക്കിയത് കേന്ദ്രം തരുമെന്ന് വിചാരിച്ചിട്ടാണോ പ്രതീക്ഷ?
എന്തുകൊണ്ടാണ് ഇവർ ഈ കഴിഞ്ഞ ബജറ്റിൽ ശ്രീ ഹരിദാസ് ഒരു കാര്യം ആ സെസ് അതെ, ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. താങ്കൾ അത് തന്നെ ഉത്തരം തുടങ്ങി വെക്കുകയും ചെയ്തു. ശ്രീ സെസ് എന്തിനാണ് പിന്നെ വളരെ ആർജവത്തോടുകൂടിയാണ് സെസ് പിരിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണല്ലോ, നമുക്ക് എന്തായാലും നമുക്ക് ആ സർക്കാരിനെ കുറ്റം പറയാൻ കഴിയില്ല. അതൊരു പാവങ്ങളുടെ കൈകളിലേക്ക് നമ്മളെ നിന്ന് ഈ 2 രൂപ 1-2 രൂപ പോയാലും നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അത് എങ്ങോട്ടാണ് പോകുന്നത്? ഇവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. 3-4 മാസമായി വേഴാമ്പലിനെ പോലെ അവരിയ്ക്കുകയാണ്. എന്ത് പറയാനാണ് ശ്രീ ഹരിദാസ്? നോക്കൂ, ഈ അവരെ എന്ന വാക്കിൽ നിന്ന് കോടതി പോലും ഒതുക്കിയതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. കാരണം ഇപ്പൊ ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീക്ക് ആർജവത്തോടു കൂടി ഒരു ചട്ടി എടുത്തിട്ട് പിച്ച തണ്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റി. നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ കിടക്കപ്പായയിൽ നിന്നും എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരുപാട് പേരെ കാണിക്കുമ്പോൾ അതിന് പോലും കണ്ണു തുറക്കാത്ത ഈ സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഈ അമ്മാമ്മ പറഞ്ഞതുമാതിരി വിനോദയാത്ര എന്ന കേരള സദസ്സ് നടത്താൻ വേണ്ടി നവകേരള സദസ്സിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇവരുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പകുതി ചെലവ് വെട്ടിച്ചുരുക്കി കുഴങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ 100 പേർക്കെങ്കിലും ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഉണ്ട് എന്നുള്ളത് പ്രതീക്ഷിച്ച് മനസ്സിലാക്കുക. അതുപോലും ചെയ്യാതെയാണ് ഇവർ ഈ സെസ് അന്ന് നമ്മുടെ തലയിൽ എനിക്കും പ്രതീക്ഷിക്കും വരാവുന്ന ഇത്തരത്തിലൊരു സെസ് നമ്മുടെ തലയിൽ ചുമത്തുമ്പോൾ പറഞ്ഞത് ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുമാതിരി തന്നെ അർഹരായവർക്കുള്ള പെൻഷനും മുടങ്ങാതിരിക്കാനെന്ന് പറയുമ്പോൾ ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർ പോലും കഴിഞ്ഞ 5 മാസമായിട്ട് അവരുടെ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു ആർഭാട സദസ്സ് നടത്തുന്നതിന്, ആർഭാട യാത്ര നടത്തുന്നതിന്, ആർഭാട വിനോദയാത്ര നടത്തുന്നതിന് ഈ അമ്മാമ നമ്മൾ പറയില്ലേ വിമർശിച്ച വാക്കുകൾ പോരാ എന്നുള്ള അഭിപ്രായമാണ്. അവർക്ക് അതിനെ സാധിക്കൂ. അവരാ വിമർശിച്ചതിനാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, അവരെ അപമാനിക്കാനോ തീർച്ചയായും അതാണ് ശ്രീ MK ഹരിദാസ് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി നമ്മോടൊപ്പം തുടരുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് പേര് അമ്മയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് തോമസ് ചാക്കോ, ദിനേഷ് ബാബു, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അവരിൽ ചിലർ സംശയം വരുന്ന മറിയക്കുട്ടിക്ക് രാഷ്ട്രീയം അറിയാത്ത പൊട്ടിയൊന്നുമല്ല, ഉമ്മൻചാണ്ടിയുടെ പ്രേതം കയറി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നു. തീർച്ചയായും അവർക്ക് രാഷ്ട്രീയമുണ്ടോ എന്നും ഉള്ള കാര്യവും ആ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണോ അവർക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത് എന്നുകൂടിയൊക്കെ നിങ്ങളുടെ സംശയം കൂടി തീർത്ത് പോകാം. ചർച്ചയിലേക്ക് തിരികെ ശ്രീ ഹസ്കർ, അർഹതപ്പെട്ട ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതും ഏറെ തുച്ഛമായ ഒരു തുകയ്ക്ക് വേണ്ടി കോടതിയുടെ ഇടപെടൽ തേടുക, കോടതിക്ക് അത് നൽകണമെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് എന്ത് കേരള മോഡലാണ്? നമ്മുടെ സമൃദ്ധിയുള്ള, നമ്മുടെ നമ്പർ 1 എന്ന് നമ്മൾ നിർവൃതി കൊള്ളുന്ന ഒരു കേരളത്തിൽ നിന്ന് അത് കേൾക്കേണ്ട കാര്യമാണോ? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്ന വാചകങ്ങളും താങ്കൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. മറുപടി പ്രതീക്ഷ, അനിതര സാധാരണവും അസാധാരണവുമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ആദരണീയായ മറിയക്കുട്ടി അമ്മയുടെ ഇന്ന് ഹൈക്കോടതിയിലെത്തിയിരിക്കുന്ന ഹർജിയിലൂടെ നാം കേട്ടത്. സ്വാഭാവികമായും നമുക്കൊക്കെ സംശയം തോന്നാം. 1600 രൂപ പെൻഷൻ ലഭിക്കാതെ 4 മാസമായി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട മറിയക്കുട്ടി അമ്മ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി പ്രതിഷേധ സമരം നടത്തി പ്രതീകാത്മകമായി സർക്കാരിനോട് വിമർശനം ഉന്നയിച്ച മറിയക്കുട്ടി അമ്മ ഹൈക്കോടതി പോലുള്ള ഒരു സ്ഥാപനത്തിൽ സ്വകാര്യ അഭിഭാഷകനെ വെച്ച് കോടതിയിൽ കേസ് നൽകുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം രൂപ ചെലവ് വരും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒന്ന്, ഇതൊരു പുതിയ തന്ത്രമാണ്. ഇത് പണ്ട് ഗീബൽസ് ചില കള്ളങ്ങൾ പറയുകയും ആ കള്ളങ്ങൾ വീണ്ടും ആവർത്തിച്ച് പലരെ കൊണ്ട് പറയിക്കുകയും അത് സത്യമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ അങ്ങനെ ചില കള്ളങ്ങളും, അതാണ് പുതിയ സുനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം. ശ്രീ ഹസ്കർ, ആരുടെയെങ്കിലും ടൂൾ എന്നാണോ അദ്ദേഹം താങ്കൾ പറയുന്നെങ്കിൽ ആരുടെ ടൂളാണ് ഈ സ്ത്രീ? നമ്മൾ നിഷ്കളങ്കമെന്ന് കേൾക്കുന്ന മറിയക്കുട്ടി അമ്മയുടെ വാക്കുകൾ നാം കേട്ടതല്ലേ? ഞാൻ അതിലേക്ക് വരാം. ആ മറിയക്കുട്ടി അമ്മയുടെ വാക്കുകൾ കൃത്യമായി ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെയോ കോൺഗ്രസിന്റെയോ സംരക്ഷണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് മറിയക്കുട്ടി അമ്മ സംസാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. 18 മാസം 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ, 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേ 18 മാസമായിരുന്നു. 41 കൊല്ലമായി പെൻഷൻ ലഭിക്കുന്ന മറിയക്കുട്ടി അമ്മയ്ക്ക് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. അന്ന് 600 രൂപയായിരുന്നു. ആ 18 മാസം എല്ലാം ശരിയാക്കുമെന്ന് നമ്മൾ ക്യാപ്ഷൻ നൽകി അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. പഴയ സ്വപ്നങ്ങളിലേക്കൊക്കെ ആളുകൾ പോകാതിരിക്കാൻ സ്വപ്നമായി മനസ്സിൽ ഉണ്ടാകരുത് എന്ന് ശഠിച്ചുകൊണ്ടാണ് ഒരു ക്യാപ്ഷൻ വെച്ചൊരു സർക്കാർ വന്നത്. അപ്പോൾ അതിനെ ഒരു ക്യാപ്സ്യൂളായി മാറ്റരുത്. 7 വർഷത്തിന് മുൻപുള്ള സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ക്യാപ്സ്യൂൾ ആക്കല്ലേ ശ്രീ ഹസ്കർ? ദയവായി പുതിയ പാതകൾ തുറക്കാം. ഞാൻ അതിലേക്കാ വരുന്നേ.
91 മാസമായി LDF ഗവൺമെന്റ് 2 ഘട്ടങ്ങളിലായി അധികാരത്തിലിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുത്തത് എത്ര മാസം എന്നറിയാമോ? 109 മാസം. 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 109 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഡിസംബർ ആവുമ്പോൾ കൊടുക്കേണ്ടിയിരുന്നത്. 105 മാസത്തെ കുടിശ്ശിക കൊടുത്തന്നേ. 105 മാസം ക്ഷേമ പെൻഷൻ കൊടുത്തു. ആരുടെ ഔദാര്യം പോലെയാണോ താങ്കൾ ഇത് പറയുന്നത്? ആരുടെയെങ്കിലും ഔദാര്യം പോലെ ഞങ്ങൾ കൊടുത്ത് തീർത്തു, ഇനി ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഔദാര്യം എന്നല്ലെന്നേ, ചെയ്ത കാര്യം പറയല്ലേ. 105 മാസം പറയാനുള്ളതല്ല സാർ ഈ വേദി. എന്തിനാണ് ഞങ്ങൾ കൊടുത്തു? എന്താണ് വലിയ മേന്മയാണോ അത്? 91 മാസം മാത്രം അധികാരത്തിലിരുന്ന ഗവൺമെന്റ് 105 മാസത്തെ പെൻഷനാണ് കൊടുത്തത്, സാമൂഹികക്ഷേമ പെൻഷനുകൾ. സാർ അത് അവകാശമാണ്, ഒരു മാസം പോലും മുടങ്ങാൻ പാടില്ല. 18 മാസം അവകാശമാണ് ഒരു പൗരന്റെ, പ്രായമായവരുടെയും വിധവകളുടെയും. 18 മാസം കുടിശ്ശിക അവതരിപ്പിക്കേണ്ട, കൊടുത്തു അങ്ങ് കയ്യിലെ ഏൽപ്പിച്ചു എന്നുള്ളത് അങ്ങനെ പറയല്ലേ? നിങ്ങൾ 18 മാസം കുടിച്ചുകൊണ്ടായിരുന്നപ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നിട്ടില്ലല്ലോ. നന്നായിട്ട് ശബ്ദിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് ഫ്ലോറിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും അല്ലല്ല മാതൃഭൂമി എത്രയോ റിപ്പോർട്ടുകൾ ആ സമയത്ത് കണ്ടുണ്ട്. ഞാൻ എന്റെ കണ്ടുകൊണ്ട് അത് പോട്ടെ. അപ്പോൾ അത് ഔദാര്യമല്ല. നമുക്കൊരു ഞാൻ ചോദിക്കട്ടെ, ഈ ആഡംബരത്തിന് ഒരു കുറവുമില്ലല്ലോ, അല്ലെങ്കിൽ ഉത്സവങ്ങളൊന്നും മാറ്റി വെക്കുന്നില്ലോ എന്ന് ഒരു കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഹസ്കർ? ഞാൻ അതിലേക്കാ വരുന്നത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ പോലെ ഹ്യൂമൻ ആയിട്ട് ഒരു വിഷയത്തെ സമീപിക്കുന്ന ഒരു ജഡ്ജി കേരള ഹൈക്കോടതിയിൽ വിരളം തന്നെ. ഏതൊരു വിഷയത്തെയും അദ്ദേഹം അങ്ങനെ വൈകാരിക തലത്തിലാണ് അദ്ദേഹം സമീപിക്കാറുള്ളത്, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം ചോദിച്ചൊരു നിയമപ്രശ്നം ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തത്? കേന്ദ്ര വിഹിതം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കൊടുത്തു തീർത്ത പെൻഷന്റെ വിഹിതം തരുന്നില്ല. അപ്പൊ ഈ വിഹിതം കണ്ടിട്ടാണോ? അതെ, തീർച്ചയായും ശ്രീ ഭാസ്കർ, ഞാൻ പറയുന്നുണ്ട്, എല്ലാ മേഖലയിലും നമ്മളെ വരിഞ്ഞു മുറക്കുന്ന കെടുകാര്യസ്ഥ നിറഞ്ഞ ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ കശാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്നത് നിസ്സംശയം നമുക്ക് പറയാം. ഒരു തെറ്റുമില്ല അതിൽ. പക്ഷേ നമ്മളൊരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷന് വേണ്ടി ഇവരുടെ കൈകളിലേക്ക് പണമെത്തണം, ഒരു കണ്ണീര് പോലും ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല എന്ന് നിശ്ചയദാർഢ്യം എടുത്തുകൊണ്ട് ഈ സെസ് അങ്ങ് പിരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഉള്ളിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന ക്ഷേമ പെൻഷന് വേണ്ടി മുടങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച ധനമന്ത്രി വന്ന് അവതരിപ്പിച്ചതിനെ 2 കൈയും സ്വീകരിച്ച് ഏറ്റുവാങ്ങിയവരാണ് കേരളത്തിൽ. ആ പണം എവിടെ പോയി സാർ? പ്രതീക്ഷേ, 64 ലക്ഷം പേർക്ക് 1600 രൂപയ്ക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ ഈ സെസ്സിലൂടെ ലഭിക്കുന്ന തുക കൊണ്ട് തികയുന്നതാണോ അങ്ങ് കരുതുന്നത്? കേന്ദ്ര വിഹിതം കിട്ടണം, മറ്റിതര മാർഗങ്ങളിലൂടെ കേരളത്തിന്റെ റവന്യൂവിൽ നിന്ന് മാറ്റിവെച്ചാണ് ഈ പണം കൊടുക്കുന്നത്. ബോറോവിംഗ് ലിമിറ്റിൽ നിന്ന്, ആ ലിമിറ്റിൽ നിന്ന് എടുക്കുന്ന പണത്തിൽ നിന്ന് കൂടി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഇന്നും നാളെയായിട്ട് ഈ കുടിശ്ശിക മൊത്തം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 മാസത്തെ കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഡിസംബർ ക്രിസ്മസിന് മുമ്പ് എല്ലാ ക്ഷേമ പെൻഷൻ ആനുകൂല്യം കയ്യിൽ കിട്ടിയ നമുക്ക് ഭാഗ്യം, കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയാം. ശ്രീ മറിയക്കുട്ടിയമ്മ, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഹസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഈ വക്കീൽ സാറും പറയുന്നുണ്ട്, അമ്മയൊക്കെ കെട്ടി ഇറക്കിയതാണ്, അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? അതാ ആ സ്വപ്നനെ പഠിപ്പിച്ചില്ല, ചരിതേനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്, വേറെ ആരുമല്ല. ആ വണ്ടിപ്പെരിയാറിൽ കിടന്ന ആ കൊച്ചിൻ്റെ ആ കൊന്നവൻ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്, അല്ല കോൺഗ്രസ്സുകാരല്ല. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോകാം, RCC പോകാം. എനിക്ക് ഈ പിണറായിയുടെ കൊണ്ടകടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ ഗുണ്ടോട് പറ, അവൻ്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലേ കിടത്താരെയൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ടിലേ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവൻ്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല, ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടി വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. അയാളെപ്പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണേ. അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? അയാൾക്കുടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, ഏത് പാർട്ടി പോകണമെന്ന്. ഞാൻ നഴ്സറിയിട്ട് പോകും, ഇതെല്ലാം എൻ്റെ സൗകര്യത്തിൽപ്പെട്ടതാ. അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക്. ഞങ്ങൾക്ക് അതിനുള്ള ഫുൾ അധികാരം. അവസാനമായി ശ്രീ ഹരിദാസ് സാറ് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. അതേ 105 മാസം പെൻഷൻ കൊടുത്ത് വീരവാദം പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അസ്കർ
അതിന്റെ കേട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ കാണുന്നില്ലേ? ഇന്ന് 1004 കോടി രൂപയാണ് ഇന്ന് കടമെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ? സെസ് കൂട്ടുമ്പോ നിങ്ങൾ പറഞ്ഞു അത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇന്ന് 1004 കോടി രൂപ കടമെടുക്കുന്നത് എന്തിന്റെ പേരിലാണ്? അപ്പോ ഈ നിങ്ങളെ മറിയക്കുട്ടിയെ ഗീബൽസിയൻ തന്ത്രത്തിന്റെ വക്താവാക്കിയില്ലേ? അങ്ങനെ ഗീബൽസിയൻ തന്ത്രത്തിന്റെ വക്താവാക്കിയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ അസ്കർ, നിങ്ങളുടെ തലയ്ക്ക് മീത് തൂങ്ങിക്കെടുക്കുന്ന ഒരു ഡെമോക്രീസിന്റെ സോഡാണ് ഈ മറിയക്കുട്ടി അല്ലെങ്കിൽ മറിയക്കുട്ടിമാര്. ഇത്തരം മറിയക്കുട്ടിമാര് തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രീസിന്റെ സോഡുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിക്ക് എന്നല്ല ഒരു മുഖ്യമന്ത്രിക്കും തന്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന ഇത്തരം ഡെമോക്രീസ് സോഡ് കണ്ടില്ലെന്നത് അടിക്കാൻ അധികകാലം ആവില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ താങ്കളെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ താങ്കൾ ഇവരെ ഒരു കോൺഗ്രസ് നൂലിൽ കെട്ടിയിറക്കിയ ഒരു വ്യക്തിയായിട്ട് കണ്ടത് ശരിയായില്ല. അത് തീർച്ചയായിട്ടും താങ്കളുടെ ഭാഗത്തുനിന്ന് തെറ്റാണ്. പിന്നെ താങ്കള് ശ്രീ ദേവൻ രാമചന്ദ്രൻ കേന്ദ്രത്തോട് ചോദിക്കുക. 10-12 പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിലേ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസ് നിങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളവരാണ്. നിങ്ങളുടെ യുവജന സംഘടനകൾ അദ്ദേഹത്തെ അങ്ങേയറ്റം കരിവാരിത്തേച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ചോദ്യം കൊണ്ട് ഈ കേസിനെ നാളെ കേന്ദ്രത്തിനെതിരായ ഒരു വിധിയായിട്ട് മാറുമെന്ന് നിങ്ങൾ കരുതണ്ട. കേന്ദ്രത്തിന്റെ ദുഷ്ചെയ്തികളെയും ദുഷ്പ്രവർത്തനങ്ങളെയും നമുക്കൊക്കെ കൂട്ടായിട്ട് എതിർക്കാം. പക്ഷെ ഈ സർക്കാരിന്റെ ഇത്തരം പാവപ്പെട്ട വൃദ്ധകൾക്ക് പെൻഷൻ കൊടുക്കാത്ത നയത്തിന്റെ, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത പിടിപ്പുകേടിന്റെ, പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത കാര്യക്ഷമതയുടെ ഒരു വീഴ്ചയുണ്ടല്ലോ, ആ വീഴ്ചയ്ക്ക് ഒരു പരിഹാരമായിട്ടുള്ള ചോദ്യമായിട്ട് അതിനെ കണ്ടിട്ട് ദയവ് ന്യായീകരിക്കരുത്. കാരണം തീർച്ചയായും അങ്ങനെ ഒരു ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയല്ല. കോടതി പോലും ഇടപെടുകയാണ്. ഒരു വയോധികയ്ക്ക് അവർക്ക് പെൻഷന് വേണ്ടി ഇരക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിലാണ് പ്രതികരണങ്ങൾ തേടിയത്. മറിയക്കുട്ടിയും തത്സമയം ചേർന്നു. വളരെ നന്ദി MK ഹരിദാസ്, അഡ്വക്കേറ്റ് BN ഹസ്കർ. മറിയക്കുട്ടിയമ്മ എന്തോ പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് കേട്ടിട്ട് പോകാം. മറിയക്കുട്ടിയമ്മ എന്താണ്, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മ എന്തോ പറയുന്നുണ്ട്. അമ്മ അവസാനമായി എന്തായാലും കടുപ്പിച്ച് പിന്നോട്ടില്ല, പൈസ അവകാശപ്പെട്ട പൈസ കിട്ടിയിട്ടേ മാറും. നാളായി കോൺഗ്രസ് അങ്ങക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. അമ്മ ഇവരെല്ലാം പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്. അല്ല ഇവര് പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്, ഈ സർക്കാരിനെ കരിവാരിത്തേക്കാൻ പുറപ്പെട്ടു എന്നാണ്. അത് എന്റെ സൗകര്യത്തിൽപ്പെട്ടതാ. അതാ ഞാൻ പറഞ്ഞത്. അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗമാക്കിയല്ല അവര്. 6 വയസ്സായി 5 വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണറായിയുടെ ഗുണ്ടകളെ CPM-കാര്. നാണം കെട്ട വർത്താനം. അവർക്ക് എന്നാ പറയാൻ നാണം ഉണ്ടോ അവർക്ക്? ജനം കാണുന്നുണ്ട്. ഇവർക്ക് 4-5 വയസ്സായ കൊച്ചകളെ പീഡിപ്പിക്കാൻ നാണമുണ്ടോ? ആയിട്ട് ചൂട്ട് പിടിക്കണു. ആ നേതാവിന് ചൂട്ട് പിടിക്കണു. എന്ത് വൃത്തിയായിട്ടാ? പൈസ കിട്ടണം, കിട്ടിയേ പിന്നോട്ടുള്ളൂ അല്ലേ? പറയിപ്പിക്കരുത്. അല്ലാതെ ഈ വൃത്തിയായിട്ട ഭാഷയുടെ ഒന്ന് പറഞ്ഞാണ്ടല്ലോ ആണെങ്കിൽ അത് സതീശനൊന്നും അല്ല. ഞങ്ങളുടെ വായിൽ നല്ലതുകൊണ്ട് പറയാൻ രണ്ട് കേട്ടോനെ. പോട്ടെ. എന്തായാലും നമുക്ക് വേറെ ഭാഷയൊന്നും അമ്മ ഉപയോഗിക്കേണ്ട. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടട്ടെ, അതിനുവേണ്ടി ഒരു ഇടപെടൽ കോടതിയിൽ നിന്നും എന്തായാലും ഉണ്ടാകുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച്. ദേവൻ രാമചന്ദ്രനാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ കൂടി സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഈ മുടങ്ങിയ പെൻഷൻ മറിയക്കുട്ടിക്ക് നൽകണം, അത് ഉടനടി വേണം, കേന്ദ്ര സർക്കാരിനെയും പൊരിക്കുന്നുണ്ട്, കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്.